കുറച്ച് ദിവസമായിട്ട് നമ്മുടെ പത്രമാധ്യമങ്ങളിലും ടി വി ചാനലുകളിലൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്നൊരു സാധനമാണ് നമ്മുടെ മന്ത്രി ഫജി ചെറിയാൻ ശിവൻകുട്ടിയും തമ്മിലുള്ളൊരു തർക്കം നിസ്സാര കാര്യമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഫജി ചെറിയാൻ പറഞ്ഞ ചില കാര്യങ്ങൾ അത് ഇന്നത്തെ കാലത്ത് പ്രസക്തമായ ചില കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ FLFക്ക് ഇങ്ങനെ പിള്ളേരെ ജയിപ്പിച്ച് വിട്ടിട്ട് എന്താണ് കാര്യം? 99-100% വരെ കുട്ടികളെ ജയിപ്പിച്ച് വിടും. എനിക്ക് തോന്നുന്നു 99.8 98.7 അങ്ങനെ പോകുന്നു. +2നും ഏകദേശം 80-88 അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ഇങ്ങനെ കുട്ടികളുടെ വിദ്യാഭ്യാസം ജയിപ്പിച്ചു വിട്ടിട്ട് എന്ത് കാര്യം എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഈ മന്ത്രിയുടെ പ്രസ്താവന ഒരാളെങ്കിലും പറയാനുണ്ടല്ലോ എന്നൊരു സന്തോഷം ഉണ്ടായത് ഫജി ചെറിയാൻ്റെ പ്രസ്താവന കേട്ടു. അപ്പോൾ ഫജി ചെറിയാൻ അന്ന് പറഞ്ഞത് വാർത്ത ഇങ്ങനെയായിരുന്നു: 10ാം ക്ലാസ് ജയിച്ച കുട്ടികളിൽ പലർക്കും എഴുത്തും വായന അറിയില്ല എന്നുള്ള പത്രമാധ്യമങ്ങളിൽ കണ്ട ഒരു വാർത്തയാണ്. അദ്ദേഹം ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുന്നതിനിടയിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. കേരളത്തിലെ 10ാം ക്ലാസ് ജയിച്ച കുട്ടികളിൽ നല്ലൊരു ശതമാനത്തിനും എഴുത്തും വായനയും അറിയില്ല എന്നാണ് മന്ത്രി ഫജി ചെറിയാൻ പറഞ്ഞതായിട്ട് മനോരമ അന്ന് റിപ്പോർട്ട് ചെയ്തു. പണ്ടൊക്കെ FLFക്ക് 210 മാർക്ക് വാങ്ങാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഓൾ പാസ്സാണ്. ആരെങ്കിലും തോറ്റുപോയാൽ അത് സർക്കാരിൻ്റെ പരാജയമാണെന്ന് ഇപ്പം ചിത്രീകരിക്കും. സർക്കാർ ഓഫീസുകളിലേക്കും രാഷ്ട്രീയ പാർട്ടികളിലെയും പ്രതിഷേധമുയരും. അതുകൊണ്ട് എല്ലാവരും ജയിപ്പിച്ച് വിടുന്നത് നല്ല കാര്യമാണ്. ആ രീതിയിലാണ്, നല്ല കാര്യം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോകുന്നത് എന്നാണ് നമ്മുടെ ഫജി ചെറിയാൻ പറയുന്നത്. അപ്പം പ്രകൃതിയോടിണങ്ങിയുള്ള ജീവിതത്തിൽ നിന്ന് മാറിയതും പശുവിനെയും പോത്തിനെയും കണ്ട കുട്ടികൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഏകദേശം ശരിയാണ് കാര്യം. നമുക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പിള്ളേർക്ക് 10ാം ക്ലാസ് ജയിച്ചു എന്ന് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷേ അവർക്ക് പലപ്പോഴും എഴുതുന്ന അക്ഷരം പോലും കൃത്യമായിട്ട് പേര് പോലും കൃത്യമായിട്ട് എഴുതാൻ അറിയാൻ വയ്യാത്ത ഒത്തിരി കുട്ടികളുണ്ട് എന്നുള്ളത് ഒരു സത്യം ചെന്നാൽ അത് എത്ര നിഷേധിച്ചെന്ന് പറഞ്ഞാലും അതൊരു സത്യം തന്നെയാണ്. പിന്നെ ഈ പോത്തിനെയും എരുമയും ആടിനെയും ഇതൊക്കെ തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നാട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സ്റ്റാമ്പ്, നിസ്സാരൊരു സ്റ്റാമ്പ്, അത് നമുക്ക് അനുഭവമുള്ളതാണ്. ഒരു കുട്ടിയെടുത്ത് ഒരു സ്റ്റാമ്പിൻ്റെ കാര്യം പറഞ്ഞു, ഒരു സ്റ്റാമ്പ് പോയി മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ അപ്പുറത്തും ഇപ്പുറത്തും പോയിട്ട് പറഞ്ഞു, പഞ്ചായത്തിനും പോയി വില്ലേജിലും പോയി സ്റ്റാമ്പ് ചോദിച്ചിട്ട് അവിടൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നൊരു അവസ്ഥയാണ്. ഈ സ്റ്റാമ്പ് തന്നെ പലവിധമുണ്ട്. കോർട്ട് ഫീസ് സ്റ്റാമ്പുണ്ട്, റവന്യൂ സ്റ്റാമ്പുണ്ട്, പിന്നെ സാധാരണ പോസ്റ്റ് സ്റ്റാമ്പുണ്ട്. അപ്പോൾ ഈ സ്റ്റാമ്പ് കിട്ടുന്നത് പോസ്റ്റ് ഓഫീസിലാണെന്ന് കൃത്യമായിട്ട് അവന് ഊഹമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിഷയം. അത് നമ്മുടെ ഉള്ളിൽ വന്ന അനുഭവമാണ്. അപ്പം അങ്ങനെ പിള്ളേർ പഠിക്കാൻ പോകുന്നു, LKG UKG അങ്ങനെ പോകുന്നു. അപ്പോൾ കുറച്ച് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാൻ പറ്റും. അല്ലാതെ വേറെ ഒരു രീതിയിലൊന്നും എനിക്ക് തോന്നുന്നില്ല. അവർക്ക് ഈ പ്രായോഗിക ബുദ്ധി എന്ന് പറയുന്ന സാധനം ഇല്ലാത്ത ഒരു തലമുറ തന്നെയാണ് വളരുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ മന്ത്രി ശിവൻകുട്ടി അതിനെതിരെ പ്രസ്താവനയായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നത് കണ്ടു. ഫജി ആൾ ശുദ്ധനാണ്, പക്ഷെ പറഞ്ഞത് സത്യമല്ല എന്ന് പറഞ്ഞിട്ടാണ്. FLF ജയിക്കുന്ന കുട്ടികൾക്ക് എഴുത്തും വായനയും പോലും അറിയില്ല എന്ന് മന്ത്രി ഫജി ചെറിയാൻ്റെ പ്രസ്താവനയ്ക്കെതിരെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയുടെ പരിഹാസം. ഭരണഘടനയ്ക്കെതിരെ മുമ്പ് നടത്തിയ വിവാദ പരാമർശങ്ങളെ തുടർന്ന് ഫജി ചെറിയാന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നതെന്നും ശിവൻകുട്ടി ഓർമ്മിപ്പിച്ചു. ഫജി ചെറിയാൻ തെറ്റുപറ്റിയെങ്കിലും തിരുത്തുന്ന ആളാണ്. മുമ്പും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരുപാട് ത്യാഗം അനുഭവിച്ച ആളുമാണ്. അതിൻ്റെ ഒരു സൗജന്യം കൊടുത്ത ശുദ്ധ മനസ്സായതുകൊണ്ട് ആവേശം കൊണ്ട് പറഞ്ഞു പോയതാണ്. അതൊന്നും സത്യമല്ല എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ശിവൻകുട്ടിയുടെ ഫജി ചെറിയാൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ വന്നേക്കുന്നൊരു ഇത്. സത്യം പറഞ്ഞാൽ ഇവിടെ എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം ആൾക്കാരുടെയും അഭിപ്രായം ഇത് തന്നെയാണ്.
പണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ തലമുറ ഇല്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 210 മാർക്കായിരുന്നു മിനിമം വേണം. അതുമല്ല ഓരോ വിഷയത്തിനും ഇത്ര മാർക്ക് വേണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വിഷയത്തിന് ആ പരിധിയുടെ താഴെ പോയി കഴിഞ്ഞാൽ ആ വിഷയം തോക്കുവന്ന് ചിലപ്പോൾ 230, 240, 300 ഒക്കെ കിട്ടും. പക്ഷേ ഒരു വിഷയത്തിന് തോറ്റുപോയി കഴിഞ്ഞാൽ അന്ന് 10ാം ക്ലാസ് ജയിക്കില്ലായിരുന്നു. അന്ന് 10ാം ക്ലാസ്സിൻ്റെ വിജയ ശതമാനം 30, 40 അല്ലെങ്കിൽ 40-ന് താഴെയായിരുന്നു. 33, 30, 22 അങ്ങനെയായിരുന്നു. 100 പേര് 22, 30 ആ ശതമാനമൊക്കെ വിജയിക്കത്തുള്ളൂ. അന്ന് എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ് ജയിച്ചു കഴിഞ്ഞാൽ ഒരു വിലയുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ +2 വരുന്നു, അങ്ങനെയൊക്കെ അങ്ങ് പോയി. ആ നിലവാരം തകർന്നു പോയി എന്നുള്ള. ഇപ്പോഴെന്ന് പറഞ്ഞാൽ 98%, 100 പേര് 99 പേരും ജയിക്കുന്നു. പിന്നെ എന്തിനീ പരീക്ഷ നടത്തുന്നു എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. കാര്യം കോടിക്കണക്കിന് രൂപ വേണം ഈ പരീക്ഷ നടത്താൻ. പിന്നെ ടെൻഷൻ, പിള്ളേർക്കുണ്ടാക്കുന്ന ടെൻഷൻ, അതുപോലെ കോടിക്കണക്കിന് രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പരീക്ഷ നടത്താൻ പറ്റുള്ളൂ. പിന്നെ വാല്യുവേഷൻ ഡ്യൂട്ടി എന്ന നിലയിൽ അധ്യാപകർക്ക് കൊടുക്കുന്ന വിഹിതം വേറെ. അങ്ങനെ കോടിക്കണക്കിന് രൂപ കൊണ്ട് നടത്തുന്ന ഒരു പരീക്ഷാ മാമാങ്കം, ഇത് വളരെയധികം ഈ എന്താ പറയുന്നത് പരിഹാസമായി പോകുന്നതാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്നിട്ട് പേപ്പറെല്ലാം നോക്കി വാല്യുവേഷനൊക്കെ നടത്തിയിട്ട് ഈ പിള്ളേരെല്ലാം ജയിപ്പിച്ച് വിടുക. ഇവർ പ്രായോഗിക ജീവിതത്തിൽ വിജയിക്കുന്നുണ്ടോ, ഇവരുടെ ഈ വിജയം കൊണ്ട് ഇവർക്ക് പ്രയോജനം ഉണ്ടാകുന്നു എന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നതേ ഇല്ല എന്നുള്ളതാണ്. 10ാം ക്ലാസ് ജയിച്ചതാണ്, പക്ഷേ അവൻ അക്ഷരവും എഴുത്തും വായനയൊന്നും അറിയില്ല എന്നുള്ളത് ഏത് മനുഷ്യൻ, കുട്ടികളെ മനസ്സിലാക്കുന്ന ഏത് മനുഷ്യൻ്റെ അവസ്ഥയും അത് തന്നെയാണ്. പിന്നെ ശിവൻകുട്ടി, മന്ത്രി ശിവൻകുട്ടി എന്തടിസ്ഥാനത്തിൽ ഇത് നിഷേധിക്കുന്നു എന്ന് പറയില്ല. അദ്ദേഹത്തിന് അത് നിഷേധിച്ചേ പറ്റുള്ളായിരിക്കും. കാരണം അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. അപ്പം എത്ര കാര്യങ്ങളും ആയാലും എത്ര മന്ത്രിമാരായാലും സത്യം ഉൾക്കൊള്ളാൻ കഴിയണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ ഞാൻ സജി ചെറിയാൻ്റെ കൂടെ തന്നെയാണ്. സജി ചെറിയാൻ എന്താ പറയുക, കുറച്ച് നാളിന് ശേഷം നല്ല വ്യക്തമായൊരു കാര്യം ഒരു മന്ത്രി പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. അത് ആർക്ക് വേണമെങ്കിലും, ഇത് സത്യം പറഞ്ഞ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട സംഗതികളാണ്. ഈ രണ്ടുപേരുടെയും പ്രസ്താവനകൾ എടുത്ത് നിയമസഭ എന്ന് പറയുന്ന ജനാധിപത്യമായ ഒരു ശ്രീകോവിലിൽ ഇത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അത് പ്രതിപക്ഷമായാലും ഭരണപക്ഷമായും ഒന്നിച്ചിലും ചർച്ച ചെയ്യാൻ കുട്ടികളുടെ സ്ഥിതിയാണ്. കുട്ടികളെന്താണ്, ഞാനൊരു അധ്യാപിക പറഞ്ഞേക്കുന്ന കമൻറ്റ് ഞാൻ ഇന്നാളെ കണ്ടായിരുന്നു. ആ അധ്യാപിക പറഞ്ഞത് ഇതുപോലെ ഒരു ചോദ്യത്തിന് ഉത്തരം കുട്ടി എഴുതി. പശുവിന് എത്ര കാലുണ്ട് എന്നുള്ളത് 2 കാല് ഉണ്ട് എന്ന് എഴുതി കഴിഞ്ഞാൽ അത് പകുതി ശരിയാണ്. 4 കാലിൽ 2 കാലുണ്ട് എന്ന് പറയുമ്പോൾ പകുതി ശരിയാണ്. അതിന് പകുതി മാർക്ക് കൊടുക്കണം എന്നാണ് ഇപ്പോഴത്തെ രീതി അനുസരിച്ച് പറയുന്നതെന്ന് പറയും. അതെന്തുമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. അപ്പം 1 കാല് ഉണ്ടെന്ന് പറഞ്ഞാൽ 1/4 മാർക്ക് കൊടുക്കണം. ഈ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്നിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന് അറ്റൻഡ് ചെയ്തു, അതിനും 1 മാർക്ക് കൊടുക്കണം എന്നൊക്കെയുള്ള നിയമത്തിലാണ് ഈ വാല്യുവേഷനൊക്കെ നടക്കുന്നതെന്ന് പറയുന്നത്. പണ്ട് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ അധ്യാപകർ പറയുമായിരുന്നു, എടാ നിനക്കൊന്നും അറിയാൻ വയ്യെങ്കിൽ ഒന്നേ എന്നിട്ടിട്ട് ആ ചോദ്യം തന്നെ അവിടെ എഴുതി ഇടുക, അവിടെ മാർക്ക് കിട്ടും. ഒന്നുമില്ല, അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ 1/2 മാർക്കെങ്കിലും തരും എന്ന് പറയും. അത് ഇപ്പോഴത്തെ അന്ന് പലരും പറയുമായിരുന്നു, അധ്യാപകരും ഒക്കെ പറയുമായിരുന്നു, ഒന്നും കളയരുത്, ഒന്നും അറ്റൻഡ് ചെയ്യാതിരിക്കരുത്, എല്ലാം അറ്റൻഡ് ചെയ്യണം, അതിന് 1/2 മാർക്ക് കിട്ടുമെന്ന് പറയും. അതൊക്കെ തന്നെ സത്യമായിരിക്കല്ലേ. ഇപ്പം നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള വാല്യുവേഷൻ ഡ്യൂട്ടി, വാല്യുവേഷനൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയവും ചർച്ചാ വിഷയമൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഭാവിയെപ്പറ്റി ചിന്തിക്കാത്ത എല്ലാ മാതാപിതാക്കളും കുട്ടികളുടെ ഭാവിയെപ്പറ്റി എപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വർഷങ്ങൾക്ക് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പക്കാർ, ഞങ്ങളാണ് 4 മക്കൾ. 4 മക്കളിൽ 8 മക്കളെങ്ങാണ്ട് ജനിച്ചു, 4 മക്കൾ മരിച്ചു, ഈ 4 മക്കളെങ്ങാണ്ട് ജയിച്ച. അതിന് മുമ്പുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെയൊക്കെ കുടുംബത്തിൽ അങ്ങനെ ഒത്തിരി മക്കളുണ്ടായിരുന്നു. അവർ പഠിക്കാൻ പോകുന്നു, എല്ലാവരെയും പഠിക്കാൻ വിടുന്നു, എല്ലാവരുടെയും കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു പഴയ കാലഘട്ടം. ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കൊരു മോന്, അപ്പം അവൻ്റെ ഓരോ കാര്യം, ഓരോ ചലനവും ശാസ്ത്രവും ഒക്കെ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്.
അവളുടെ ഒരു പഠന കാര്യം അതിൻ്റെ ബുക്ക് എടുത്ത് നോക്കുക, അവൻ എന്തൊക്കെ ചെയ്തു എന്ന് നോക്കുക. അപ്പോൾ അത്രയ്ക്ക് എന്തോന്നാണ്. ഒന്നോ രണ്ടോ കുട്ടികൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ ഇതാണ്. അതുപോലെ തന്നെ പണ്ടത്തെ അപേക്ഷിച്ചെന്ന് പറഞ്ഞാൽ ഒരാൾ തോറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പറയുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു, തോറ്റുപോയി. ഇപ്പം കുട്ടികൾ തോറ്റു എന്ന് പുറത്ത് പറയുന്നതിന് വിഷമമായിട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് ഒരുപക്ഷെ മാതാപിതാക്കളെ സംബന്ധിച്ച് എല്ലാവരെയും ഓൾ പാസ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് സന്തോഷം നൽകുന്നതാണെങ്കിലും അവരുടെ ഭാവിയെ ഇത് നന്നായി ബാധിക്കുമെന്ന് 100% ഉറപ്പാണ്. എനിക്ക് തോന്നുന്നു ഈ മന്ത്രിമാരുടെ പ്രസ്താവന 2 പ്രസ്താവനകൾ വന്നുകൊണ്ടാണ് നമ്മളിത് തിരിക്കുന്നത്. വ്യക്തമായിട്ട് ഞാൻ വെല്ലുവിളിച്ച് പറയാവേ, എന്നാൽ മന്ത്രി ശിവൻകുട്ടിക്ക് ഈ കുട്ടികളെ എല്ലാം കൂടെ ഇരുത്തി അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ ഈ പ്രാവശ്യം ജയിച്ച കുട്ടികളെ എല്ലാം കൂടി ഇരുത്തി ഒരു പേരോ അല്ലെങ്കിൽ പക്ഷേ ഇപ്പം നമ്മൾ LKG UKG പറയും പശു, പഴം, പന, പാറ എന്നൊക്കെ ഇങ്ങനെയുള്ള 10 വേർഡെന്ന് എഴുതി വെക്കുക. അത് കൃത്യമായിട്ട് എത്ര പേർക്ക് എഴുതാൻ പറ്റും എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാവുന്ന കാര്യം. ആരും ഭൂരിപക്ഷം എഴുതുമായിരിക്കും. എനിക്ക് തോന്നുന്നു അതിലൊരു 10-30% ആൾക്കാരെങ്കിലും എഴുതാൻ സാധ്യത കുറവ്. ആ അവസ്ഥയിലേക്കാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗം പോകുന്നത്. അപ്പം സത്യം പറയുന്നതിനെ ക്രൂശിക്കുകയല്ല, അവൻ്റെ കൂടെ നിൽക്കുകയാണ് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ കാര്യത്തിൽ ഞാൻ എൻ്റെ സജി ചെറിയാൻ്റെ കൂടെ തന്നെയാണ്. കാരണം അദ്ദേഹം ഒരു സത്യം ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറഞ്ഞിട്ടും അത് തന്നെ സന്തോഷമുള്ള കാര്യം. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.